പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ? ഞാനും സുഖമായിരിക്കണം കേട്ടോ. പിന്നെ ഇന്ന് കലാപരിപാടി തുടങ്ങാൻ പോവാണ് കേട്ടോ. ഇന്നത്തെ കലാപരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവനവാരമാണ് ഇന്നത്തെ കലാപരിപാടി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ സേവനവാരെന്ന്? സേവനവാരം ഞാൻ പഠിക്കുന്ന കാലത്ത്, കുഞ്ഞു കുട്ടിയിരിക്കുന്ന കാലത്തൊക്കെ തലേ ദിവസം ചിലപ്പോൾ പറയും ടീച്ചർ നാളെ സേവനവാരമാണെന്ന്. ചില ദിവസം അന്ന് രാവിലെ ചെല്ലുമ്പോഴാവും പറയുക ഇന്ന് സേവനവാരമെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയോ? അന്ന് ക്ലാസ് ഉണ്ടാവില്ല, പഠിക്കണ്ട, പുല്ല് പറിച്ചിട്ടും ക്ലാസ് റൂം അടിച്ചു വാരിയിട്ടും അങ്ങനെ എല്ലാ ക്ലാസ്സുകാരെയും ഒരുമിച്ച് പുറത്തേക്ക് വിടും. അല്ലെങ്കിൽ ഓരോ ക്ലാസ്സൊക്കെ അല്ലേ പുറത്തേക്ക് വിടുള്ളൂ. ഒരുമിച്ച് പുറത്തേക്ക് വിട്ടിട്ട് ആകെ നമ്മുടെ സ്കൂള് ക്ലീൻ ചെയ്യലാണ് കേട്ടോ. അത് കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സേവനവാരം. ചിലപ്പം തലേ ദിവസം പറയാൻ ചിലപ്പോൾ പോവില്ല സേവനവാരത്തിന്. കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ നമുക്കൊരു ചെറിയ മടിയൊക്കെ ഉണ്ടാവില്ലേ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലത്തെ സേവനവാരം വലിയ ഇഷ്ടമല്ല. എന്താ വെച്ചാൽ എല്ലാ പണിയും നമ്മൾ തന്നെ ചെയ്യണ്ടേ. ഫുള്ള് ആരും കമ്പനിക്കില്ല. അപ്പോൾ ഇവിടെ ഒരു ചേച്ചി എനിക്ക് കമ്പനിക്കുണ്ട്. അപ്പോൾ ചേച്ചി ജനൽ തുടയ്ക്കാനും മറ്റുള്ളതിനും നിന്നു. ചേച്ചി ജോലിക്കാരിയായിട്ടൊന്നുമല്ല കേട്ടോ. ഞാൻ അത്യാവശ്യം വരുമ്പോൾ ഒന്ന് ഞാൻ ചേച്ചീനെ വിളിക്കും. എനിക്ക് ഈ അലർജിയുള്ള കാരണം കൊണ്ടേ ചേച്ചി മുന്നേ എനിക്കിതുപോലെ വയ്യാത്ത സമയത്ത് ആ ചേച്ചി ഇവിടെ ഡെയിലി വന്നിരുന്നു. അപ്പോൾ എന്താവശ്യത്തിന് ഞാൻ വിളിച്ചാലോ ചേച്ചി എനിക്ക് ഓടി വരും. പറയും ചിലപ്പോൾ ഇന്ന് വരാൻ പറ്റില്ലെങ്കിൽ വരും നാളെ വരാട്ടോ. അപ്പോൾ എൻ്റെ ഒഴിവ് നോക്കിയിട്ടേ ഞാനുള്ളപ്പോഴേ ചേച്ചി വരുള്ളൂ. എന്താ വെച്ചാൽ ചേച്ചിയുടെ കൂടെ ഞാനും നിൽക്കും, ഒരുമിച്ച് നിൽക്കും. അപ്പോഴേ തീരും. പിന്നെ എങ്ങനെ ചെയ്തു വന്നാലും നമുക്ക് ഒരു ദിവസത്തേക്കുള്ള പണി ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യണതാണ്. ഈ അലർജി തന്നെയാണ് പ്രശ്നം. ഈ പൊടി അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വീണ്ടും കൂടും. അപ്പം അത് കാരണം കൊണ്ട് സ്വാമി റൂം വൃത്തിയാക്കാമെന്ന് വെച്ചു. സ്വാമി റൂം വൃത്തിയാക്കാൻ നിന്നപ്പോഴാണ് ഉള്ള ടൈം മുഴുവൻ പോയി കിട്ടി. അതിൻ്റെ ഉള്ളിൽ മുഴുവൻ കുഞ്ഞു കുഞ്ഞു കല്ലിൻ്റെയും മറ്റുള്ള പൊട്ടണ ടൈപ്പൊക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങളാണ് നിറവ്. ചെറിയ ഗണപതിയും ശിവനും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കണ്ടേ. പിന്നെ അവിടുത്തെ പേപ്പറുകളെല്ലാം മാറ്റി വൃത്തിയാക്കി അങ്ങനെ സ്വാമി റൂമിൻ്റെ പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് റൂമിൻ്റെ മാറാലടിക്കണം, ഫാൻ തുടക്കണം. ആ ചേച്ചി ഹൈറ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് ചേച്ചിക്ക് പറ്റില്ല. അപ്പം ഞാനാണ് ഇത് ചെയ്യുക. അപ്പോൾ ഈ വടി വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തുടക്കുകയും ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ കൊണ്ടുവരുന്ന ആൾക്കാരിൽ നിന്ന് മേടിച്ചതാണ്. പക്ഷെ നല്ല വടി, ഫാൻ മത്തിയൊക്കെ പൊടി പോകാൻ നല്ല ഇതാണ്, സുഖമായി പൊടി പോയിട്ടാണ്. അപ്പോൾ ഹാളിലെയും റൂമുകളിലെയൊക്കെ ഫാനുകളൊക്കെ തുടച്ചെടുക്കുമ്പോൾ നല്ല സുഖമാണ്. നനയ്ക്കാതെ തന്നെ ഒന്ന് തട്ടിയാൽ മതി. അപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണ കാരണം അങ്ങനെ അങ്ങോട്ട് വലിയ അഴുക്കൊന്നുമില്ല. എങ്കിലും ചെയ്യുമ്പോൾ എന്നും ചെയ്യണ്ട. പിന്നെ പറയില്ലേ പെണ്ണുങ്ങൾ പൊടി തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറാല വേഗം കൂടുന്നു, ആണുങ്ങൾ മാറാലടിച്ചാൽ അധികം വരില്ല അത്ര. അങ്ങനെ പറയണം കേട്ടിട്ടുണ്ട്. ഇനി അതാണോ എന്നറിയില്ല. വേഗം മാറാല വരുന്നു. അപ്പം അത് കാരണം പൊടി തട്ടാതെ പറ്റില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ കൃഷ്ണനെ തുടച്ച് വൃത്തിയാക്കാൻ. അതുമുണ്ട്. പിന്നെ ഒരു കുഞ്ഞു കൃഷ്ണനും ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടി തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഏകദേശം എൻ്റെ ജോലികൾക്കൊരു ഇതായി. പിന്നെ ബാക്കി ചേച്ചി കൂടി ചെയ്തുള്ള അതിൻ്റെ കൂടെ ഞാൻ നിന്നാൽ മതി. അപ്പോൾ ഈ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് കേട്ടോ. 22 വർഷത്തിൻ്റെ അടുത്തായിട്ടുണ്ട്. ആളെ കണി കാണാൻ വേണ്ടി ഞാൻ മേടിച്ചതാണ്. ഞാനൊരു കൃഷ്ണഭക്തിയും മുരുകഭക്തിയും കൂടിയിട്ടാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് കാലത്ത് എനിക്ക് വരുമ്പോൾ ആളെന്നെ കാണണം. അപ്പം അങ്ങനെ മേടിച്ചതാണ്. ആൾക്ക് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. രാവിലെ വന്നാൽ അവരെ കാണുമ്പോൾ എന്തോ ഒരു മനസ്സമാധാനമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊട്ടിയൂർ പോയപ്പോൾ അവിടെ നിന്ന് ഞാൻ പോയില്ല, പോകാൻ വേണ്ടി നിന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാരി എനിക്ക് ഓടപ്പൂ മേടിച്ചു കൊടുന്നു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ഓടക്കൊള്ളുമ്പോൾ ഞാൻ ആ പൂ ഇട്ടു. പിന്നെ ഞാൻ ഊട്ടിക്ക് പോയപ്പോൾ ഈ സൂര്യകാന്തി പോലത്തെ പൂവില്ലേ, അതിൻ്റെ കറക്റ്റ് പേരൊന്നും എനിക്കറിയില്ല, അതും മേടിച്ചിട്ടുണ്ടായി. അതും ആൾക്ക് വെച്ചു കൊടുത്തു. ആൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇറക്കാൻ ആൾക്ക് കൊണ്ടു കൊടുക്കും ഞാൻ. അതുപോലെ പീലി കുറേ മേടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നല്ല കട്ടിയിൽ നമ്മൾ ഒരു ബൊക്കെ സെറ്റ് ചെയ്യണ പോലെ ആക്കിയിട്ട് അതും ആൾക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആളെ നിറയിൽ പീലി ഉണ്ടെങ്കിലും ഒന്നുകൂടി ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട്. ഇനിയാണ് നമ്മുടെ ചെറിയ കൃഷ്ണനെ വൃത്തിയാക്കൽ. ചെറിയ കൃഷ്ണ വൃത്തിയാക്കൽ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മണി പ്ലാന്റൊക്കെ ചിലതൊക്കെ ഒന്ന് വളരാണ്ട് തണ്ട് മാത്രമായി നീണ്ടുപോയി. ഞാൻ ഉണ്ടാക്കിയതാട്ടോ അത്. ഇവിടെ ഉപയോഗിക്കാതിരുന്നൊരു ഉരുളിയുണ്ട് ചെറുത്. അതിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊരു മൊന്ത കമത്തി വെച്ചിട്ട് വീണ്ടും വേറൊരു കുഞ്ഞുരുളിയിൽ ഞാൻ കോയിനുകളും നമ്മുടെ മഞ്ചാടിക്കുരും കുന്നിക്കുരും ഇട്ടിട്ട് അതിലേക്ക് കണ്ണനെ ഇറക്കി വെച്ചൊക്കെയാണ്. കണ്ട ആളിനി അതിൽ ഇരുന്നോട്ടെ വെച്ചിട്ട് ആൾ ഹാപ്പി ആയിരുന്നോട്ടെ വെച്ചിട്ട്. അപ്പം ഞാൻ ഉണ്ടാക്കിയതാട്ടോ. ആ ഉരുളിയിൽ വെള്ളമാണ്. ആ വെള്ളത്തിൽ മണി പ്ലാന്റ് വെച്ചേക്കുക.
എത്ര നാൾ വേണമെങ്കിലും ഇരിക്കട്ടെ അത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ മാറ്റി വെക്കുന്നു മാത്രം. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് കേട്ടോ. വീട് വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി കർക്കിടകത്തെ വരവേൽക്കാം.